ഈ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും കൂടുതൽ സെയിൽ നടന്നിരിക്കുന്ന 5G ഫോൺ ഏതാണെന്ന് നിങ്ങൾ സെർച്ച് ചെയ്താൽ ടോപ്പ് സെല്ലിംഗ് ഫോൺ മോഡൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സാംസങ്ങിന്റെ എ സീരീസ് ഫോണുകളാണ് വരിക. A14, A34 അല്ലെങ്കിൽ അങ്ങനെയുള്ള എ സീരീസ് ഫോണുകളാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇത് ആര് പറഞ്ഞതല്ലേ? ടോപ്പ് സെല്ലിംഗ് സ്മാർട്ട് ഫോൺ മോഡൽസ് 2023 കൗണ്ടർ പോയിന്റ് റിപ്പോർട്ട് അനുസരിച്ചാണ് നമ്മളിത് കണ്ടത്. സോ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നു ഈ ഫോണിനെ. എന്നാൽ ഒരു കൂട്ടം ആൾക്കാർക്ക് ഇത് കണ്ണിന് നേരെ കണ്ടുകൂടാ, ഇത് ഭയങ്കര മോശമാണെന്നുള്ള അഭിപ്രായം ആൾക്കാരും ഉണ്ട്. സോ അപ്പോൾ അതെങ്ങനെയാണ് ഒരു കൂട്ടം ആൾക്കാർക്ക് ഇത് ഭയങ്കര ഇഷ്ടവും ഒരു കൂട്ടം ആൾക്കാർക്ക് ഒട്ടും ഇഷ്ടമല്ലാതെയായത്? തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ ഞാൻ ഈ രണ്ട് കാര്യങ്ങളും വിശദമാക്കുന്നുണ്ട്. സോ വീഡിയോ കണ്ടു നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം. ആദ്യം നമുക്ക് അൺബോക്സ് ചെയ്യാം, എന്നിട്ട് ഞാൻ പറയാം. അൺബോക്സിംഗ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. സാംസങ്ങിന്റെ ഫോണിലെ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിനകത്ത് മുകളിൽ ചെറിയ ബോക്സ് വരും. അതിനകത്ത് ഡോക്യുമെന്റേഷൻ, ടൈപ്പ് സി കേബിൾ, സിം ടൂൾ, പ്രകൃതി സ്നേഹം കൂടി ഈ ചാർജറും എല്ലാം പോയി കഴിഞ്ഞപ്പോൾ അൺബോക്സിംഗ് ഈസിയായി. ഫോണുകൾ രണ്ടും നമുക്ക് പുറകിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം ഭംഗിയുള്ള ഡിസൈൻ തന്നെയാണ്, കുഴപ്പമൊന്നും പറയാനില്ല. താഴെ 3.5 ജാക്ക് കൊടുത്തിട്ടുണ്ട്, ടൈപ്പ് സി പോർട്ട് ഉണ്ട്, സ്പീക്കർ ഗില്ലുണ്ട്, ഹൈബ്രിഡ് സിം സ്ലോട്ട്, 2 സിം അല്ലെങ്കിൽ ഒരു സിം മെമ്മറി കാർഡ് എന്ന രീതിയിൽ ഉപയോഗിക്കാം. A25 ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ സിംഗിൾ സ്പീക്കർ ആണെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള സിംഗിൾ സ്പീക്കർ കൊടുത്തിട്ടുണ്ട് A15. സോ ഡിസൈൻ വൈസ് നോക്കുമ്പോൾ തന്നെ ഹെഡ്ഫോൺ ജാക്ക്, മെമ്മറി കാർഡ്, എല്ലാ സംവിധാനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. സോ സാധാരണക്കാരന് വേണ്ടുന്ന എല്ലാ ഘടകങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയെങ്കിലും ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഘടകം എന്താണെന്ന് ചോദിച്ചാൽ ഇതിന്റെ ഫ്രണ്ട് ഡിസൈൻ ആണ്. അതായത് 19,500 ആണ് A15 റേറ്റ് വരുന്നത്. അവിടെ നോച്ച് ഡിസൈൻ ഓക്കെ ആണ്, ഈ ഒരു ബെസൽസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ 26,000 രൂപ റേഞ്ചിൽ വരുന്ന A25 ഇതേ ഡിസൈൻ എന്ന് പറയുമ്പോൾ പലർക്കും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. അത് സത്യമാണ്, കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു. അപ്പോൾ ഇത് ഡിസൈൻ വൈസ് ആൾക്കാർക്ക് ഇതിന് ഇഷ്ടമല്ലാത്ത കുറേ ആൾക്കാരെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ പറഞ്ഞ എല്ലാ ഘടകങ്ങളും ഉള്ളതുകൊണ്ട് കുറേ പേർക്ക് ഇഷ്ടമാവുന്നുണ്ട്. അത് ഡിസൈൻ്റെ കാര്യം. പിന്നെ ഇതിന്റെ ബാക്കൊക്കെ പ്ലാസ്റ്റിക് ആണ് കേട്ടോ, ഗ്ലാസ്റ്റിക്, അവരുടെ ഭാഷയിൽ പറഞ്ഞ ഗ്ലാസ്റ്റിക്. ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ആർക്കും പരാതി പറയാൻ പറ്റില്ല. കാരണം ഇതിന്റെ ഡിസ്പ്ലേ 1000 നിറ്റ്സ് ഉള്ള സാംസങ്ങിന്റെ സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സ് A25 കൊടുത്തിട്ടുണ്ട്, A15 90 ഹെർട്സ് കൊടുത്തിട്ടുണ്ട്. സോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാംസങ് സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ്. വൈഡ് ബാൻഡ് 11 സർട്ടിഫിക്കേഷൻ ഉണ്ട്. എല്ലായിടത്തും ഫുൾ എച്ച്ഡിയിൽ തന്നെ കണ്ടന്റുകൾ സ്ട്രീം ചെയ്ത് കാണാൻ സാധിക്കും. ഒപ്പം തന്നെ ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ, ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് അടക്കം A25 കൊടുത്തിട്ടുണ്ട്. സൗണ്ട് ക്വാളിറ്റി ചെറുതായിട്ടൊന്ന് കേൾക്കാം. അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റിയാണ്. ഇതിൽ വരുമ്പോൾ ഡോൾബി അറ്റ്മോസും ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ ഒന്നുമില്ല. ഇത് 19,500 ഫോണാണ്. ഇതിൽ സിംഗിൾ സ്പീക്കറെ കൊടുത്തിട്ടുള്ളൂ. ഡുവൽ കൊടുക്കാമായിരുന്നു, എന്നാലും സൗണ്ട് ക്വാളിറ്റി ഒന്ന് കേട്ടോളൂ. സോ അപ്പോൾ അത്യാവശ്യം ഈ ഒരു പ്രൈസിൽ വേണ്ടുന്ന ഒരു ഡിസ്പ്ലേ ക്വാളിറ്റി, ഓഡിയോ ക്വാളിറ്റി, വിഷ്വൽ എക്സ്പീരിയൻസ് നമുക്ക് ഈ ഫോണുകളിൽ കിട്ടുന്നുണ്ടെന്നുള്ളതാണ് ഡിസ്പ്ലേയുടെ ഭാഗത്തും ഇത് ആൾക്കാർ ഓക്കെ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഡിസൈൻ തന്നെയാണ് നമ്മുടെ ഹേറ്റേഴ്സിനെ സംബന്ധിച്ച് ഇഷ്ടപ്പെടാതെ നിൽക്കുന്ന ഒരു ഘടകം. ഇനി പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് ഫോണുകളിൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതുമായ ഘടകങ്ങൾ നോക്കിയാൽ നോർമൽ യൂസിൽ യാതൊരു പ്രശ്നമില്ല, ലാഗ് ഇല്ല, സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യും. ആൻഡ്രോയിഡ് 14 വരുന്നു. ഈ 19,500 ഫോൺ തന്നെ നമുക്ക് 4 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 5 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് അടക്കം കിട്ടും. വേറെ ഒരു ബ്രാൻഡും ഇത് കൊടുക്കുന്നില്ല ഈ ഒരു വിലയ്ക്ക്. സോ ഇത് ആൾക്കാർക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നതിന്റെ ഒരു കാരണമാകുന്നുണ്ട്. ഒപ്പം തന്നെ സേഫും സെക്യൂറുമാണ്. അതായത് സാംസങ്ങിന്റെ നോക്സ് സംവിധാനം വരുന്നുണ്ട് ഈ വിലയ്ക്ക് തന്നെ. അതിൽ തന്നെ സെക്യൂർ ഫോൾഡർ വരുന്നുണ്ട്, പ്രൈവസി ഡാഷ്ബോർഡ് വരുന്നുണ്ട്, ഓട്ടോ ബ്ലോക്കർ, നമുക്ക് മറ്റ് പലതരത്തിലുള്ള സംവിധാനങ്ങൾ ബ്ലോക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ വരുന്നുണ്ട്. പിന്നെ സാംസങ്ങിന്റെ പാസ് കീ പോലുള്ള സംവിധാനങ്ങൾ വരുന്നുണ്ട്. സാംസങ് വാലറ്റ് വരുന്നുണ്ട്, നമുക്ക് ബാങ്ക് കാർഡും മറ്റൊക്കെ ആഡ് ചെയ്ത് വെച്ച് ടാപ്പ് ടു പേ സംവിധാനത്തിലൂടെ പേയ്മെന്റുകൾ നടത്താം. ഇങ്ങനെ ഒരുവിധം ഒരു ഫോണിൽ, അതായത് NFC അടക്കമാണ് വരുന്നത്, അതുകൊണ്ടാണ് അതൊക്കെ സാധ്യമാവുന്നത് കേട്ടോ. സോ അപ്പോൾ ഒരു ഫോണിൽ വേണ്ടുന്ന പ്രധാനപ്പെട്ട എല്ലാ സൗകര്യങ്ങളും, സെക്യൂരിറ്റിയും സേഫ്റ്റിയും ഈ ഒരു ഫോണിൽ 19,500 തന്നെ കൊടുക്കുന്നു. 4 വർഷത്തെ അപ്ഡേറ്റ് ആണ്. സോ അപ്പോൾ അതുകൊണ്ട് ആൾക്കാർക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുമ്പോൾ തന്നെ ഇഷ്ടപ്പെടാത്തതിന്റെ കാരണം Exynos 1280 എന്ന പ്രോസറാണ് 26,000 രൂപ റേഞ്ചിൽ ഈ ഫോണിൽ വെച്ചിരിക്കുന്നത്. ഇതിൽ Dimensity 6100 എന്ന പ്രോസറാണ് 19,500 കൊടുക്കുന്നത്. ഇതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഇത് ഇഷ്ടപ്പെടുന്ന ഒരു വശത്തുണ്ടെങ്കിലും ഇതിനെ വെറുക്കുന്നവരും മറ്റൊരു വശത്തുണ്ട് എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ 12,000 രൂപ റേഞ്ചുള്ള ഫോണുകളിൽ കാണുന്ന പ്രോസറാണ്. ഇനി ഇതിന്റെ ക്യാമറ എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടമുള്ള കാര്യം, സാംസങ്ങിന്റെ ക്യാമറകൾ നല്ല ക്വാളിറ്റി തന്നെയാണ്. എനിക്കും ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഇമേജ് സാമ്പിളുകൾ. A25 ഇമേജുകളാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഇമേജുകളാണ്. ലെഫ്റ്റ് സൈഡിൽ A15 ഇമേജുകൾ നിങ്ങൾക്ക് കാണാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഇമേജുകൾ കിട്ടുന്നുണ്ടെങ്കിലും ഇതിനേക്കാൾ നല്ല ഇമേജുകൾ സാംസങ് തരാറുണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. ഇത്തവണ എന്തോ കുറച്ചുകൂടി നന്നാക്കേണ്ടതായിരുന്നില്ലേ എന്നൊരു സംശയം. നിങ്ങൾക്കിത് ഇഷ്ടമാണെങ്കിൽ ഓക്കെ. വീഡിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ A25 വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി വീഡിയോ ആണ്. അതേപോലെ ആർട്ടിഫിഷ്യൽ ലൈറ്റിലേക്ക് വരുമ്പോഴും വലിയ കുഴപ്പമില്ലെന്ന് പറയാവുന്ന വീഡിയോ ക്വാളിറ്റി ഉണ്ട്. OIS സ്റ്റെബിലൈസേഷൻ അടക്കമാണ് വരുന്നത്. VDIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. A15 വീഡിയോ ക്വാളിറ്റി ഈ കാണുന്നതാണ്. എങ്ങനെയുണ്ട് വീഡിയോ ക്വാളിറ്റി, നിങ്ങൾക്ക് ഓക്കെ ആണോ എന്ന് നോക്കുക. ഇത് തീർത്തും പേഴ്സണലാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എടുക്കുക, അല്ലെങ്കിൽ എടുക്കേണ്ട. ഇതിൽ എത്ര മെഗാ പിക്സൽ ഉണ്ട് ഒന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. മെഗാ പിക്സൽ അറിയേണ്ടവർക്ക് താഴെ ഞാൻ എഴുതി കാണിക്കുന്നുണ്ട്.
പക്ഷേ അത് നോക്കേണ്ട, ക്വാളിറ്റി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ എടുക്കാവൂ. ക്യാമറയുടെ കാര്യത്തിൽ അങ്ങനെയാണ് അതിൻ്റെ ഒരു സെറ്റപ്പ്. എന്നാൽ ഈ പ്രാവശ്യം എനിക്ക് ക്യാമറ അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ബാറ്ററിയുടെ കാര്യത്തിൽ 5000 mAh ബാറ്ററിയും 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങുമാണ് സപ്പോർട്ട് ചെയ്യുന്നത്. 25 വാട്ടിൻ്റെ സൂപ്പർ ഫാസ്റ്റ് ചാർജിംഗ് എന്നാണ് സാംസങ് പറയുന്നത്. എന്തായാലും ചാർജർ ഇല്ല, അത് വേണമെങ്കിൽ വേറെ കാശ് കൊടുത്ത് വാങ്ങിക്കണം. ചാർജർ ഇല്ല എന്നുള്ളതൊരു പോരായ്മയാണ്, ഞാനത് എടുത്ത് പറഞ്ഞില്ല എന്ന് പറയേണ്ടത്. ഇനി ഇതിനകത്ത് മറ്റു കാര്യങ്ങൾ, ഡുവൽ സിം ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഹൈബ്രിഡ് സിം സ്ലോട്ടാണ്, 2 സിം അല്ലെങ്കിൽ ഒരു സിം മെമ്മറി കാർഡ് എന്ന രീതിയിൽ ഉപയോഗിക്കാം. 5G ഫോണാണ്, ഇഷ്ടംപോലെ 5G ബാൻഡുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. NFC സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബ്ലൂടൂത്ത് 5.3 വരുന്നുണ്ട്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറാണ് വരുന്നത്. പിന്നെ വോയിസ് ഫോക്കസ് പോലുള്ള ഫീച്ചറുകൾ വരുന്നുണ്ട്. അതായത് കോൾ ചെയ്യുമ്പോൾ വോയിസ് ഫോക്കസ് എനേബിൾ ചെയ്താൽ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ പറയുന്നത് അപ്പുറം നിൽക്കുന്ന ആൾക്കാർ കേൾക്കുന്ന ഒരു സംവിധാനം. പിന്നെ ക്വിക്ക് ഷെയർ, സാംസങ്ങിന്റെ ക്വിക്ക് ഷെയർ നമുക്കറിയാം, അതുണ്ട്. പിന്നെ വൈഫൈ ഷെയറിംഗ് വരുന്നുണ്ട്. പിന്നെ ഒബ്ജക്ട് റിമൂവർ, നമുക്കൊരു ഫോട്ടോ എടുത്തിട്ട് അതിനകത്ത് എന്തെങ്കിലും അൺവാണ്ടഡ് ഒബ്ജക്ട് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് കളയുന്ന പരിപാടിയുണ്ട്. പിന്നെ ക്ലിപ്പർ, അതായത് ഒരു ഇമേജിന്റെ അകത്ത് ഏതെങ്കിലും ഒരു ഭാഗം മാത്രം PNG ഇമേജ് ആക്കിയിട്ട് ഇങ്ങനെ എടുക്കണമെങ്കിൽ അതിനുള്ള ക്ലിപ്പർ സംവിധാനം വരുന്നുണ്ട്. പിന്നെ സിംഗിൾ ടേക്ക്, നിങ്ങളൊരു ഫോട്ടോ എടുക്കുമ്പോൾ അത് സിംഗിൾ ടേക്ക് എന്ന സംവിധാനത്തോട് എടുക്കുകയാണെങ്കിൽ വീഡിയോ ആയിട്ടും റിവേഴ്സ് വീഡിയോ ആയിട്ടും പല ക്ലിപ്പായിട്ട് കിട്ടുന്ന സിംഗിൾ ടേക്ക് സംവിധാനം വരുന്നുണ്ട്. ഫൺ മോഡ്, നമ്മുടെ മുഖത്ത് പല പല സംഭവങ്ങളൊക്കെ വെച്ച് ഫൺ മോഡിൽ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ കഴിയുന്ന സംവിധാനം വരുന്നുണ്ട്. പിന്നെ റീമാസ്റ്റർ, നമുക്കൊരു ഫോട്ടോ ക്വാളിറ്റി എന്തെങ്കിലും മിസ്സായതായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ റീമാസ്റ്റർ കൊടുത്തുകൊണ്ട് കുറച്ചുകൂടി ക്വാളിറ്റി ബെറ്റർ ആക്കുന്ന സംവിധാനം ഇതിനകത്ത് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നല്ല നല്ല ഫീച്ചറുകൾ ഉൾപ്പെടുന്നതാണ് ഈ ഒരു ഫോൺ. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഒട്ടനവധി കാര്യങ്ങൾ, ഒരു സാധാരണ ഒരു ഫോൺ എടുക്കുന്ന ആളെ സംബന്ധിച്ച് അയാൾക്ക് വേണ്ടുന്ന എല്ലാ ഘടകങ്ങളും ഉൾപ്പെടുന്നത് കൊണ്ടാണ് ആൾക്കാർ ഇത് ഇത്രയധികം ഇഷ്ടപ്പെടുന്നതും അതിങ്ങനെ ടോപ്പ് സെല്ലിംഗ് ആയിട്ട് നിൽക്കുന്നതും. അതേസമയം തന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഡിസൈനും കാര്യങ്ങളും അതേപോലെ ഇതിൻ്റെ പ്രൊസസ്സറൊക്കെ കണ്ടാൽ ആ വിലയ്ക്ക് ഇത് ഒന്നിനും കൊള്ളില്ല എന്നുള്ള കാര്യം ഒരുപാട് പേർക്ക് തോന്നുന്നുണ്ട്. ഇതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഇത് ഇഷ്ടപ്പെടുന്ന ഒരു വശത്തുണ്ടെങ്കിലും ഇതിനെ വെറുക്കുന്നവരും മറ്റൊരു വശത്തുണ്ട് എന്നുള്ളത്. അപ്പോൾ എന്താണ് അതിൻ്റെ ലോജിക്ക്, എന്താണ് ഇതിങ്ങനെ ഈ ഒരു പ്രോസസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം വേറെ ഒന്നുമല്ല, ഇത് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന ഫോണുകളാണ്, അതിന് വില കൂടുതലായിരിക്കും. ആ ഒരു സെയിം പ്രോസസർ തന്നെ വില കൂടുതലായിരിക്കും. ഇതേ പ്രോസസ്സർ നിങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് ഓൺലൈൻ ഫോണുകളിൽ കിട്ടും. അതാണ് അതിൻ്റെ കാര്യം. ഇത് സിമ്പിളായിട്ട് നമ്മൾ ഒരുപാട് കാലമായിട്ട് കണ്ടുവരുന്ന കാര്യമാണ്. ഇതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. അല്ല, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. എന്തായാലും നമ്മുടെ ഉദ്ദേശത്രേ ഉള്ളൂ, ഈ 2 ഫോണുകളുടെ വീഡിയോ നമ്മുടെ ചാനലിൽ വരിക, അതിനെക്കുറിച്ച് എൻ്റെ അഭിപ്രായം പറയുക, അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്ന് മാത്രമാണ്. കേട്ടു നിങ്ങളിപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ, നിങ്ങളുടെ അഭിപ്രായം എന്താണോ അതിനനുസരിച്ച് കൊണ്ട് മാത്രം നിങ്ങൾ ചൂസ് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റ് കൂടി ചെയ്യുകയാണെങ്കിൽ നന്നായി. ഇങ്ങനെയൊക്കെയാണെങ്കിലും സാംസങ്ങിൻ്റെ ഭാഷയിൽ ഇതൊരു കംപ്ലീറ്റ് പാക്കേജ് ആണ്, സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ കംപ്ലീറ്റ് പാക്കേജ് ആണ്. സാംസങ് സെക്യൂരിറ്റി കാര്യത്തിലും യാതൊരു കോംപ്രമൈസും ചെയ്യുന്നില്ല. നോക്സ് വോൾട്ട്, അതേപോലെ 4 ഇയർ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, 5 ഇയർ സെക്യൂരിറ്റി അപ്ഡേറ്റ്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യം, ഗുഡ് ആഫ്റ്റർ സെയിൽ സർവീസ്, നല്ലൊരു സർവീസ് നെറ്റ്വർക്ക് അവർക്ക് ഉണ്ടെന്നുള്ളതാണ്. അതിലൂടെ പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക്, കസ്റ്റമേഴ്സിന് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാനും സാംസങ്ങിന് കഴിയുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. പിന്നെ ഇതിൻ്റെ വില ഞാൻ നേരത്തെ പറഞ്ഞെങ്കിലും ഒന്നുകൂടി പറയാം. A15 19,500 കാണിക്കുന്നത്. ഓഫറുകൾ ഉണ്ടോ എന്ന് നോക്കുക, ഓഫർ കൂടി ചേർത്ത് വാങ്ങിക്കാൻ ശ്രമിക്കുക. ഇത് 26 സംതിങ് ആണ് കാണിക്കുന്നത്. ഇതും ഓഫറുകളൊക്കെ ഉണ്ടായിരിക്കും. കടയിൽ ചെന്ന് വില പേശിയൊക്കെ നോക്കി ഇതൊക്കെ എല്ലാം ചെക്ക് ചെയ്ത് ഇഷ്ടപ്പെട്ടിട്ട് മാത്രം പർച്ചേസ് ചെയ്യുക. സോ അത്രയുമാണ് A15 A25 2 ഫോണുകളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.